നമസ്കാരം guys. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അക്ഷയ് ബ്രൈറ്റ് ഫ്രം എറണാകുളം മെഡിക്കൽ കോളേജ്. അപ്പം നമ്മുടെ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ. അപ്പോൾ കുറേ പേരൊക്കെ നല്ല സെറ്റായിരിക്കുന്നുണ്ടാവും അല്ലേ? അതായത് ആഹാ എന്തെങ്കിലും നിങ്ങളെ സമാധാനിപ്പിക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ലൈക്ക് നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം 67 പിള്ളേർക്ക് റാങ്ക് 1 പോട്ടെ. 67 പിള്ളേർ നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. ജസ്റ്റ് തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. എങ്കിൽ ഇതിനൊരു ഉത്തരം പറ. അതായത് ഒരേ സെൻറ്ററിൽ ഇരുന്ന് എക്സാം എഴുതിയ 8 പേർക്ക് 720 മാർക്ക്. അതിനെന്തെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? എന്താണ് ഈ നടക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നമ്മുടെ ജനങ്ങളെ ചികിത്സിക്കേണ്ട ഡോക്ടേഴ്സ് ആവേണ്ട ആൾക്കാരല്ലേ ഈ എക്സാം വഴി സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മാൽ പ്രാക്ടീസ് നടത്തി കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പോട്ടെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ 718 719 മാർക്ക്, ഈ ഗ്രേസ് മാർക്ക് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പം അടിപൊളിയായിട്ട് OMR ഒന്ന് കറുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 5 മാർക്ക് എക്സ്ട്രാ തരുമോ? എക്സ്ട്രാ മാർക്സ് ഫോർ ഗുഡ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് തരില്ലല്ലോ. എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഇതിനെയൊക്കെ പറ്റി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും. എനിക്ക് വിഷമമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം എനിക്കറിയാം 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഉറക്കം, കൂട്ടുകാരായിട്ടുള്ള സന്തോഷ സമയങ്ങൾ, അങ്ങനെ പറഞ്ഞ് ഫാമിലി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം ഒക്കെ ലിമിറ്റ് ചെയ്ത് ഈ ഒരു NCERT അല്ല ഈ ഒരു പുസ്തകങ്ങളായിട്ട് കൂടുതൽ പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആവണമെന്ന് മനസ്സിൽ ഡ്രീം കണ്ടു നടക്കുന്ന കുറച്ച് പിള്ളേരെങ്കിലും ഉണ്ടാവും. കുറച്ച് പേർക്കെങ്കിലും ബ്രിമ്മിലെത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും 610 612 മാർക്കൊക്കെ കിട്ടിയിട്ട്. സച്മേ ഇപ്രാവശ്യം നീറ്റ് എഴുതിയിട്ട് അവർക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്തർത്ഥമുള്ളത്? ഫോർ ദോസ് പീപ്പിൾ ഐ റിയലി ഫീൽ ബാഡ്. എന്താ ചെയ്യാൻ പറ്റുക? റീകണ്ടക്ട് നീറ്റൊന്നും. ഇപ്പം മെയ് 5-നാണല്ലോ നമ്മുടെ നീറ്റ് എക്സാം നടന്നത്. അതിന് 2 ദിവസം മുന്നേ നമ്മുടെ ബീഹാർ പോലീസ് എന്താ പറയുക, ഈ പേപ്പർ ടെലിഗ്രാം ചാനൽ വഴി കണ്ടെത്തിയത്ര നമ്മുടെ നീറ്റിൻ്റെ പേപ്പർ ഒരു സെൻറ്ററിലായിരുന്നു. അവർക്ക് എല്ലാവർക്കും 720 മാർക്കും ഉണ്ട്. കൂടാതെ തന്നെ ഈ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ടൈം ലിമിറ്റ് വെച്ചിട്ട്, അതായത് ഇന്ന കുട്ടിക്ക് ഇത്ര ടൈമേ കിട്ടിയുള്ളൂ, കുറച്ച് കുട്ടിക്ക് ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഗ്രേസ് മാർക്ക്. പോട്ടെ, ചില കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞിട്ട് 150 തൊട്ട് 60 തൊട്ട് 150 മാർക്ക് വരെ കൂടുതൽ കൊടുത്തു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഓൺ വാട്ട് ഫോർമുല? എത്ര കുട്ടികളുടെ സ്വപ്നം ഇപ്പം നശിച്ചു പോയെന്നറിയോ ഈ ഒരു 2024 നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ? ഇത് എഴുതിയവർക്ക് ഇതിൻ്റെ ഒരു വേദന മനസ്സിലാവുള്ളൂ. ഞങ്ങളൊക്കെ ഒരു പ്രാവശ്യം എഴുതിയതാണ്. ഞാൻ ഒരു പ്രാവശ്യം ഒന്നുമല്ല, ഞാൻ 3 പ്രാവശ്യം എഴുതിയത് ഈ പരീക്ഷ. അതുകൊണ്ട് എനിക്കറിയാം ഇത് എത്ര പെയിൻഫുൾ ആണെന്ന്. എഴുതിയവർക്കേ മനസ്സിലാവുള്ളൂ. പക്ഷെ പോട്ടെ, പ്ലീസ് എന്തെങ്കിലും ചെയ്യേ. ലൈക്ക് പാരൻസ് ആണെങ്കിൽ കൂടി നിങ്ങളുടെ മക്കളെ ഇനി ചീത്തയൊന്നും പറയല്ലേ, അവരുടെ ഭാഗത്തല്ല തെറ്റുള്ള. യു ഹാവ് ടു അവർ ലൈക്ക് ദൈവത്തിന് നന്ദി, ഞങ്ങളൊന്നും 2024 പേപ്പർ എഴുതാഞ്ഞത്. എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നാലും ഇത്ര ഹാർഡ് വർക്ക്, ലേറ്റ് നൈറ്റ്സ്, ഏർലി മോർണിംഗ്സ്, ഇത്ര ക്വസ്റ്റ്യൻസ്, ഇത്രയും ബുക്സ്, പേപ്പേഴ്സ്, പാരൻസിൻ്റെ എഫേർട്ട് ഒക്കെ വെള്ളത്തിലാക്കി കളഞ്ഞൊരു എക്സാം ആയി പോയല്ലോ ഇത് എന്നാലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമുണ്ട്. മൈൻഡ് ഇറ്റ്, എല്ലാം ശരിയാകട്ടെ. ശരിയെന്ന്.